ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുവിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലായിരുന്നു വീട്ടുവിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ലെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടുവിശേഷങ്ങളൊക്കെ ആകാം. ബാക്കി ടിപ്സും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് വീട്ടുവിശേഷങ്ങൾ മാത്രം. ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് വീട്ടിൽ ജോലിയായിട്ടൊരു സന്തോഷം കൂടെയാണ്. നമ്മൾ തന്നെയൊക്കെ ഉള്ളപ്പോൾ അങ്ങ് മടി പിടിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് എല്ലാവരും ഉണ്ട്, അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു കേട്ടോ. മേടിച്ചിട്ട് പൊറോട്ട മാത്രം പുറത്തുനിന്ന് മേടിച്ചു, ബാക്കി കറിയൊക്കെ വീട്ടിൽ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാമേ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. പൊറോട്ട കടയിൽ നിന്ന് മേടിച്ചു, ബീഫ് കറി വെച്ചു. ബീഫ് കറിയും പൊറോട്ടയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളിനി രാവിലെ കഴിക്കാനൊക്കെ തുടങ്ങുവാണ്. ഭയങ്കര പാട്ടൊക്കെയാണല്ലോ. ആണോ? നീ പോകുന്നില്ലേ കയറി? നിന്റെ റൂമും കൂടെ നോക്കാൻ പോയതാ. വൃത്തിയാക്കി ഇട്ടേക്കുന്നതുകൊണ്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ അച്ഛൻ ആദ്യമേ ഓടിപ്പോയി അച്ഛന്റെ കാലെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടേ. പോവല്ലച്ചാ പോവല്ലച്ചാ എന്നും പറഞ്ഞോണ്ട് അല്ലേ? ആ, അങ്ങനെ വേണം. ഒരു ക്ലാരിറ്റി കുറവാണ്. ഇതെന്നതിന് ഈ പലകയൊക്കെ ഏതാണ്ട് തയ്യാറെടുപ്പാ. ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ ഉണ്ടാക്കി തരാന്ന്. പലകയൊക്കെ ആ, ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം രാവിലെ വെച്ച ബീഫ് അതങ്ങ് ഒരു ചെറിയ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി പയറൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്ന തോരൻ വെക്കാനായിട്ട്, പിന്നെ മീൻ വറക്കാം. ഇത്രയേ ഉള്ളൂ ഉച്ചക്കത്തേക്കുള്ള കറി. ധാരാളം ജയിച്ച് പറയുന്നല്ലേ. പിന്നെ എന്നാ വേണം? ഇത്രയൊക്കെ പോരെ. ബിയന വേവിച്ച് ഇതിനകത്തുനിന്ന് എടുത്താണേ. ഇതിനകത്തോട്ട് പിന്നെ ഇച്ചിരി കുരുമുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഫ്രൈ ആക്കുന്നതിന്. പിന്നെ ശകല സവോളയും കൂടെ ചേർത്ത്. ബീഫെല്ലാം സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചിങ്ങപ്പയർ തോരൻ വെച്ചു. പിന്നെ കിളിമീൻ വറക്കാനുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ കറിയൊക്കെ. പിന്നെ ബീഫ് കറി ശകലം. അപ്പം അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു. ഊണെല്ലാം കഴിഞ്ഞ് നല്ല നല്ല പൊരിയുന്ന വെയിൽ കേട്ടോ. മഴക്കാലമാണെന്ന് പോലും പറയത്തില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഇതുപോലെ മഴ പെയ്താന്ന് പോലും പറയത്തില്ല. നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിലായതുകൊണ്ട് തുണി ഉണക്കലും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. പഠിക്കാനിരുത്തിയതാണേ, പഠിക്കാനായിട്ട്. ഫോണും കൊണ്ട് ഇരിപ്പുണ്ട്. ഒരുത്തൻ നേരെ സൗന്ദര്യം നോക്കി നടപ്പുണ്ട്. വരണല്ലോ. ഈ അച്ചാറ് പറഞ്ഞ് താഴെട്ട് പൊട്ടിക്കരുത്. ഈ പുസ്തകം തുറന്നോ നീ? അറിയത്തില്ല, ഞാൻ ഫോൺ കൊണ്ടിരിക്കുമ്പോ എടുക്കരുത് പറയണം. ആര്? അമ്മ. ഇവിടെ തന്നെ വെച്ച് ഫോണ് കണ്ട. ഇപ്പൊ എനിക്ക് നീ ഫോണും കൊണ്ട് ഇരിക്കുമ്പോ ഞാൻ എടുക്കില്ലെന്നും പറഞ്ഞ് വഴക്ക് പറയാത്തോണ്ടാ നീ ഫോൺ എടുക്കുന്നല്ലേ? കൊള്ളാം മോളെ. ആ, നിനക്ക് എന്നും ഡൗട്ട് അല്ലേ ഉള്ളൂ. ആ ഫോണിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോ കണ്ടിട്ട് ഡൗട്ട് തീരും അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോഴത്തേക്ക് കണ്ടിട്ട് ഡൗട്ട് തീരും. ആ, പഠിക്കാൻ നോക്ക് രണ്ടുപേരും ഇരുന്നു വല്ലോ കേട്ടോ. കണ്ട ഇൻസ്റ്റാഗ്രാമിലാ, അല്ല വാട്സപ്പിലാ. അതിനകത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. നിന്റെ കൂടെ പഠിക്കുന്ന പെൺപിള്ളേരും വല്ലതും ഉണ്ടോ?
ആരവളോ? അവളാ പണി ഒരിക്കലും ചെയ്യല, എനിക്ക് ഉറപ്പുണ്ട്. ആ പിന്നെ നീ തെറ്റിദ്ധരിച്ചതിനെന്തിനാ? ഉണ്ടോ നിന്റെ കൂട്ടുകാരികളുടെ ഫോട്ടോ എല്ലാം സൂം ചെയ്ത് കാണുക. നിനക്കൊന്നും പറയാനില്ല ഇത് കണ്ടിട്ട്? കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവ കാരണം. അയ്യോ കേട്ടോടാ മോനെ, നീ അപ്പൊ ഒരു കോഴിയാണോടാ? ആരുടെ? അവളെ അല്ല തപ്പുന്നേ, അവിടെ കൂട്ടുകാരികളെ തപ്പുന്നത്. അവിടെ ഒട്ടും ക്ലിയർ അല്ലെന്ന് മോനെ. കണ്ട മോനെ, മക്കൾ എന്നെ കാണിക്കുന്നതിനകത്ത് അതാരാ? അതോ അത് നല്ല രണ്ട് ഭാര്യയും ഭർത്താവും. അല്ല, നല്ലൊരു ഭാര്യയും ഭർത്താവും. ആ കുഴപ്പമില്ല, അത്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഭർത്താവിന്റെ അത്ര ആ ചുരിദാറടി പണ്ടാ നീയൊക്കെ ഊമ്പരിക്കായിരുന്ന സമയത്തുള്ള ഫോട്ടോ ഏതാ? അതാ ഇപ്പോഴും അച്ഛൻ വാട്സപ്പ് ഇട്ടേക്കുന്നത്. അതിന്റെ അകത്ത് അത് അച്ചുവിന്റെ അല്ലേടാ? ഞങ്ങളൊക്കെ പാവങ്ങളാണ് ഒരുപാട്. ഞാനും കാണിക്കും, മറ്റേ അമ്മ അടിച്ചതാ. അത് കുഴപ്പമില്ല. നീ എന്തേലും ഫോട്ടോ എടുത്ത അമ്മേനെ അതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പടിയാൻ പറയാണ്. 2 ഫോട്ടോ കാണിച്ചു. എന്തൊരു ഉത്സാഹം! ഒരെണ്ണത്തിന്റെ ഒരെണ്ണം ഊഞ്ഞാലാടുന്നു. അമ്മ അടിച്ചത് യൂട്യൂബിലിട്ടില്ല. കഷ്ടമുണ്ട് എന്റെ കൊച്ചിനെ നീ അപമാനിക്കുന്നു. ശരിയല്ല അച്ചുവേ എനിക്കറിയാം. നശിപ്പിക്കാതെ പോ. ആ ഫോട്ടോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മുടിയൊക്കെ വളർത്തി. അത് കുഞ്ഞായിരുന്നപ്പോ ഉള്ളതാ. നിന്റെ ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിക്കട്ടെ? ഇവിടെ സിറ്റ് ഔട്ട് ഈ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നേ. എല്ലാരും എങ്ങനെയാ പിന്നെ വലുതാകുന്നത്? നിന്റെയൊക്കെ വർത്താനം അല്ല, നിന്റെയൊക്കെ വർത്താനം. ഇത് അമ്മ ഉണ്ടാകുന്ന സമയത്ത് അമ്മൂമ്മ പോയിട്ട് തന്നെ ഇപ്പൊ എത്ര വർഷമാകുന്നു? 2022 നീ 2 വർഷം മുമ്പുള്ള ഫോട്ടോ അമ്മൂമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത്. 2021 ആണോ? ഇത് 2024. അതല്ലേ പഠിക്ക് രണ്ടുപേരും ഇരുന്ന് വല്ലോ. രണ്ടുപേരും പഠിച്ചേ. പോയിരുന്ന് പഠിച്ചേ. ഇല്ല, ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. രണ്ടും ചുമ്മാ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമായിരുന്നു. അന്നേരം ഞാൻ വന്നത്. അച്ചു, നിന്നെ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോൾ ഉടനെ നിനക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. എന്റെ ദൈവമേ, ഇവളെന്നെ സാധനോ? എന്റെ ദൈവമേ. കേട്ടോ മോളെ, ഫോൺ ഇവിടെ തന്നെ. ഇനി എന്നേ പോ പഠിച്ചിരുന്നു. ഇല്ല ഫോൺ ഇറക്ക. ഇല്ല, ആരുടെയും ബസ്സിൽ ഫോണിൽ രണ്ടുപേരും പഠിത്തമല്ല. ഇവിടുന്ന് അവള് ഞാനെല്ലാം ഇട്ടോളാം. പഠിക്കണേ ഇരുന്ന്. എഴുതാനുള്ളതൊക്കെ എഴുതിക്ക്. നീ കഴിക്കല്ല തച്ചാറ, പിന്നെ എന്നതിനാ തുറക്കുന്നേ? ഞാൻ പോവാ ചേട്ടാ. അതല്ല, എനിക്ക് മനസ്സിലായി. ഇല്ലില്ല, എന്നോട് പറഞ്ഞു തന്നത് എനിക്ക് മനസ്സിലായി. ഇല്ല ചേട്ടാ, പഠിക്കാൻ നല്ല പറഞ്ഞു. വേറെ കാര്യം അറിഞ്ഞു. അച്ഛാ രൂപയുടെ അച്ഛേ പോ. ഞാൻ പോവാ. ഇന്നും നല്ല തെളിച്ചമായിരുന്നു കേട്ടോ. മഴയൊന്നും അങ്ങനെയില്ല. നമ്മുടെ ഗ്രോ ബാഗൊക്കെ എല്ലാം കാലിയായിട്ടിരിക്കുന്നു. അതിലെ പയറും എല്ലാം പറിച്ചൊക്കെ കളഞ്ഞു. ഫാഷൻ ബൂട്ടൊക്കെ കുറേയൊക്കെ ഇതാകുന്നുണ്ട്. ചിലതൊക്കെ അതുണ്ടോ ഇങ്ങനെയൊക്കെ പോകുന്നു.
മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഇഞ്ചിയൊക്കെ ഒരു വല്ലാതായി. ഈ മുളക് ഇന്നേലും ഒന്ന് പറിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഒത്തിരി പഴുത്ത് കിടക്കുന്നു. മുഴുവൻ പറിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നവർക്കൊക്കെ അറിയാൻ മേലാത്തവരുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം കൃഷിയും കാര്യങ്ങളൊക്കെ. കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ ഉള്ളൂ കേട്ടോ. കപ്പയൊക്കെ കണ്ട് ഇത്രയും വലുതായി. അന്ന് കപ്പയൊക്കെ നട്ട് കഴിഞ്ഞ് പിന്നെ കപ്പയുടെ ഒന്നും അങ്ങനെ കാണിച്ചിട്ടേ ഇല്ലല്ലോ. കപ്പയൊക്കെ വലുതായി. ചോട്ടി വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി ദൈവത്തിനറിയാം. റംബൂട്ടാൻ മുഴുവൻ തീർന്ന തോടാണ് കിടക്കുന്ന മുഴുവനും. വാവൽ വന്ന് മുഴുവനും എടുത്താക്കിയിട്ടേക്കോ. ഈ പ്രാവശ്യം വഴുതന നട്ട് ഒരൊറ്റ കായ ഉണ്ടായിട്ടില്ല വഴുതനയിൽ. പിന്നെ നമ്മുടെ മത്തയുടെയൊക്കെ തൈയുണ്ട്. ഇത് ഉണ്ടമുളകിൻ്റെ തൈയാന്ന് തോന്നുന്നല്ലോ. ഇവിടെ കിളുത്ത് വന്ന കേട്ടോ. അതെ, ഇത് മഞ്ഞൾ നട്ടതാണേ. പിന്നെ ഇവിടെ നമ്മുടെ വാളരിപ്പയറിൻ്റെ ഒക്കെ ഇട്ടായിരുന്നു. മൊത്തം മഴയായപ്പോഴത്തേക്ക് മുഴുവനും പോയി വാളരിപ്പയറൊക്കെ. ഇതുണ്ട് നമ്മുടെ പിന്നെ നിത്യവഴുതനയുടെയാണ് ഇതുണ്ടോ. അത് ഇങ്ങോട്ടൊക്കെ കയറി വന്നിട്ടുണ്ട്. പൂത്തായിരുന്നു 2-3 പ്രാവശ്യമൊക്കെ. ഇതെല്ലാം ഇങ്ങനെ പൂവൊക്കെ ഉണ്ട്. കായൊക്കെ ഉണ്ടായില്ലൊന്നും നോക്കാനൊന്നും പറ്റിയില്ല. മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തൈ തേണ്ട ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കിളുത്ത് കയറുന്നുണ്ട്. ബാക്കിയൊക്കെ എല്ലാം ഇതായി. പറമ്പ് മുഴുവൻ കാടായി. മുഴുവൻ കാട് പിടിച്ചിടക്കും. എല്ലാം ഇതായി. വേണ്ട റംബുട്ടാനിൽ ഇനി അവിടെ എവിടെയൊക്കെ ഒരിച്ചിരി ഉള്ളൂ. മൊത്തം 2 ദിവസം കൊണ്ട് മുഴുവൻ തൂത്തുവാരി എല്ലാം കളയുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്നില്ല കേട്ടോ. 1-2 ഉള്ളൂ. ഇതുണ്ടോ കുരു കിടക്കുന്നുണ്ടോ. ഇതിനി എല്ലാം കിളുക്കും. ഇതിനി മുഴുവൻ കിളുത്ത് വരുമ്പം പറിച്ച് കളയും. 2-3 എൻ്റെ ഈ കിടക്കുന്നേ ഉള്ളൂ. അച്ചാറിട്ടത് മുഴുവൻ തീർന്നു. ഇടുന്നത് അന്ന് തന്നെ, അച്ചാറിടുന്നതിൻ്റെ അന്ന് തന്നെ തീരുന്നുണ്ട്. മുളക് ഇതൊക്കെ ഒരു 2-3 വർഷമായ മുളകും തൈ കേട്ടോ. ഇതിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ മുളക് ഉണ്ടാകുന്നുണ്ട്. ചുവട്ടിലെല്ലാം കാട് പിടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് കൊടുക്കണം. ചുവട്ടിലെ കാട് കുറച്ച് ഇന്നാണ് മുട്ടത്തോട് പൊടിച്ചിട്ടതാണേ. ഇതിലും എല്ലാം കാടാണ്. ഇനി എല്ലാം ഒരു ദിവസത്തേക്ക് ഇറങ്ങണം എല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് ഇതായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും എങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിപ്പോയി. അതുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.